മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയെയാണ് ശ്രീനിവാസന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസന്റെ രചനകൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പ്രഭമങ്ങാതെ ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു ജനനം. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമാണ് പഠിച്ചത്. പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടി. സൂപ്പർതാരം രജനീകാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരുന്നു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. 1984 ഓടരുതമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതി രചനാരംഗത്തേക്കും കടന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണമന്ത്രം, ഗോളാന്തര വാർത്ത, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. നൊമ്പരങ്ങളുടെ നനവ് പുരട്ടിയ നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസൻ സിനിമകൾ. മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ നേർക്കാഴ്ചകൾ പ്രതിഫലിച്ച സിനിമകൾ പ്രേക്ഷക മനസ്സിൽ ഒരിക്കലും അരങ്ങൊഴിയുന്നില്ല. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. TP ബാലഗോപാലൻ MA ആണ് ഈ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രം. നാടോടിക്കാറ്റ്, സന്ദേശം, വരവേൽപ്പ്, തലയണമന്ത്രം തുടങ്ങി ഞാൻ പ്രകാശൻ വരെയുള്ള ചിത്രങ്ങൾ സത്യൻ ശ്രീനി രസതന്ത്രത്തിന്റെ വിജയക്കൂട്ടായി മലയാളികൾ ഏറ്റെടുത്തു. ഡബ്ബിങ്ങിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ശ്രീനിവാസൻ. മമ്മൂട്ടിക്ക് വേണ്ടി വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, മേള എന്നീ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകി. തമിഴ്നാടൻ ത്യാഗരാജനായി ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനും ഡബ്ബ് ചെയ്തു. സിനിമയ്ക്ക് പുറത്തെ നിലപാടുകളിലും ശ്രീനിവാസന് അദ്ദേഹത്തിന്റേതായ ശരികൾ ഉണ്ടായിരുന്നു. ഒടുവിൽ പറയാനേറെ കഥകൾ ബാക്കിവെച്ച് മലയാളത്തിന്റെ ശ്രീനി വിടവാങ്ങുമ്പോൾ നാട്ടുവഴികളുടെ മാമ്പൂ മണം നിറഞ്ഞ ഓർമ്മകൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് TCV.